നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് 16-കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി സ്നേഹ മെർലിൻ അറസ്റ്റിൽ. പയ്യന്നൂർ മാത്തിലെ ഒളിവ് കേന്ദ്രത്തിൽ നിന്നാണ് മേൽപ്പറമ്പ് പോലീസ് സ്നേഹയെ പിടികൂടിയത്. ബളാംതോട് വണ്ണാർക്കയത്ത് അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം മൗക്കോട് സ്വദേശിയുടേതാണെന്ന സൂചന. NSS എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വനമേഖലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാസർഗോഡ് ഉപ്പള മുസോഡിയിൽ കടലാക്രമണം രൂക്ഷം. 2018 മുതൽ 20-ലധികം വീടുകളാണ് പ്രദേശത്ത് ഇതിനകം കടലെടുത്തത്. മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ്. കറുത്ത ഷൂസ് ധരിച്ചെത്തിയതിനാണ് മലയാളി വിദ്യാർത്ഥികൾ ക്രൂരമർദ്ദനത്തിനിരയായത്. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാസർഗോഡ് DDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സഹകരണ മേഖല നാടിന്റെ നട്ടെല്ലാണെന്നും അതിന്റെ വിശ്വാസ്യത നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യകതയാണെന്നും K. നീലകണ്ഠൻ MLA കള്ളാർ ഫാർമേഴ്സ് വെൽഫെയർ സംഘത്തിന്റെ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടകവാവ് ഓഗസ്റ്റ് 12 ബുധനാഴ്ച നടക്കും. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് 16-കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി സ്നേഹ മെർലിൻ അറസ്റ്റിൽ. പയ്യന്നൂർ മാത്തിലെ ഒളിവ് കേന്ദ്രത്തിൽ നിന്നാണ് മേൽപ്പറമ്പ് പോലീസ് സ്നേഹയെ പിടികൂടിയത്. സ്നേഹയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ പോക്സോ കേസാണ് മേൽപ്പറമ്പിലേത്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരിയെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ്. തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശിനിയായ സ്നേഹ മെർലിനെ പെരിങ്ങോം പോലീസിന്റെ സഹായത്തോടെയാണ് മേൽപ്പറമ്പ് പോലീസ് പിടികൂടിയത്. 5 പോക്സോ കേസുകളിൽ പ്രതിയായ സ്നേഹ മാത്തിലെ ഒരു ബന്ധുവീട്ടിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത്. മേൽപ്പറമ്പിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മാതാവിന്റെ സുഹൃത്താണ് സ്നേഹ. കണ്ണൂർ ജയിലിൽ വച്ചാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. പിന്നീട് ഇരുവരും ജയിലിൽ നിന്നും ഇറങ്ങി. ജയിലിലെ പരിചയത്തിന്റെ പേരിൽ സ്നേഹ 1 വർഷക്കാലം പെൺകുട്ടിയുടെ മാതാവിനൊപ്പമാണ് താമസിച്ചിരുന്നത്. ഈ സമയത്താണ് പെൺകുട്ടി ക്രൂരമായി പീഡനത്തിനിരയായത്. ഭയം കാരണം പെൺകുട്ടി വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് പീഡനം സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. തുടർന്ന് ജൂൺ 13-നാണ് സ്നേഹയ്ക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇതോടെ സ്നേഹ ഒളിവിൽ പോവുകയായിരുന്നു. സ്നേഹയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്യുന്ന 4ാമത്തെ പോക്സോ കേസാണ് മേൽപ്പറമ്പിലേത്. തളിപ്പറമ്പ് സ്റ്റേഷനിൽ സ്നേഹയ്ക്കെതിരെ 3 പോക്സോ കേസുകളുണ്ട്. തളിപ്പറമ്പിലെ CPI നേതാവായ കോമത്ത് മുരളീധരനെ ആക്രമിച്ച കേസിലും സ്നേഹ പ്രതിയാണ്. ASI-മാരായ മനു, ശിവൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ നിഖിൽ, ജയശ്രീ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബളാംതോട് വണ്ണാർക്കയത്ത് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. NSS എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വനമേഖലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മാസങ്ങളുടെ പഴക്കമുള്ള മൃതദേഹത്തിൽ തലയും ശരീരവും വേർപെട്ട നിലയിലായിരുന്നു. അതേസമയം മരിച്ചത് മൗക്കോട് സ്വദേശിയാണെന്നാണ് സൂചന. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ് തിരിച്ചറിയാനാകാത്ത വിധം ഒരു മൃതദേഹം ബളാംതോട് വണ്ണാർക്കയം NSS എസ്റ്റേറ്റിന് സമീപത്തെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് കണ്ടെത്തിയത്. കൂൺ ശേഖരിക്കാനായി വനത്തിനുള്ളിൽ പോയ അരിപ്രോഡ് സ്വദേശികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ഇവർ വനം വകുപ്പിനെയും രാജപുരം പോലീസ് സ്റ്റേഷനിലും വിവരമറിയിക്കുകയായിരുന്നു. ആളെ തിരിച്ചറിയാനാകാത്ത വിധം അഴുകി തലയോട്ടി മാത്രമായ തലയും ശരീരവും വേർപെട്ട നിലയിലായിരുന്നു മൃതദേഹം. നമ്മൾ രാവിലെ പ്രസിഡന്റാണ് ഞങ്ങളെ വിളിച്ചു പറയുന്നത്. രാവിലെ കൂണ് നോക്കാൻ പോയവരാണ് ബോഡി നിലത്ത് കിടക്കുന്നതായിട്ട് കണ്ടത്. ബോഡി കണ്ടു. അപ്പോൾ തന്നെ നമ്മളെ വിളിച്ചു. നമ്മളൊക്കെ വന്നു. ഇപ്പോഴും ബോഡി ആരതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പം അവരെ ചേട്ടനും മഞ്ഞിനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തലയോട്ടിയെല്ലാം ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്, ബോഡി ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്, കയറ് തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പം ശരീരത്തിന്റെ മാംസങ്ങളൊന്നും അതിനകത്തില്ല, എല്ലാം അസ്ഥികൂടങ്ങളാന്നുള്ളത്. പിന്നെ ഷർട്ടും ഒരു മുണ്ടും കാണുന്നുണ്ട്. ഒരു പേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, പിന്നെ പോക്കറ്റിനകത്ത്. വേറെ ഒന്നും അറിയാനായിട്ടില്ല. അപ്പോൾ എന്തായാലും പോലീസ് എത്തിയിട്ടില്ല ഇതുവരെ. പോലീസ് ഇപ്പോൾ ഫോറസ്റ്റുകാരൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ മെമ്പർമാരായ ഞങ്ങൾ 3 പേരും വളരെ നേരത്തെ തന്നെ എത്തി പരിശോധനയെല്ലാം നടത്തി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് കരിങ്കോളി.
കരിങ്കോടി എന്ന സ്ഥലത്താണ്, ഫോറസ്റ്റിനകത്താണ് ഉള്ളത്. റോഡിൽ നിന്ന് വിട്ട് ഒരു 100-150 മീറ്റർ ഉള്ളിലോട്ടാണ് ഈ ഇദ്ദേഹം തൂങ്ങിയിട്ടുള്ളത്. തൂങ്ങി താഴെ നിലത്ത് ബോഡി കണ്ടതായിട്ട് നമുക്ക് തോന്നിയിരുന്നത്. അതിനാൽ മാസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. മുണ്ടും ഷർട്ടുമാണ് വേഷം. സമീപത്തെ മരത്തിൽ ഒരു കയറും തൂങ്ങുന്നുണ്ട്. ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്നും കാലപ്പഴക്കം കൊണ്ട് കയർ പൊട്ടി താഴെ വീണതായിരിക്കാം എന്നുമാണ് കരുതുന്നത്. അതേസമയം മാസങ്ങൾക്ക് മുൻപ് കാണാതായ മൗക്കോട് സ്വദേശിയുടേതാണ് മൃതദേഹം എന്നാണ് ലഭിക്കുന്ന സൂചന. DNA പരിശോധന ഉൾപ്പെടെ നടത്തിയാലേ ഇതിൽ വ്യക്തത വരൂ. രാജപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കാസർഗോഡ് ഉപ്പള മുസോഡിയിൽ കടലാക്രമണം രൂക്ഷം. 2018 മുതൽ 20-ലധികം വീടുകളാണ് പ്രദേശത്ത് ഇതിനകം കടലെടുത്തത്. നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. കടലെടുത്ത വീടുകളുടെയും കിണറുകളുടെയും ഉൾപ്പെടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഇവിടെ കടലിൽ കാണാം. 2018 മുതൽ ഉപ്പള മുസോഡി കടപ്പുറത്ത് നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബാംഗങ്ങളാണ് വീടൊഴിഞ്ഞു പോയത്. ഇപ്പോൾ കാണുന്ന ജുമാ മസ്ജിദ് പണ്ട് ഏതാണ്ട് 60 മീറ്ററോളം അകലെ കടലിലായിരുന്നു. അതിനുശേഷം 2021 നിർമ്മിച്ചതാണ് പുതിയ പള്ളി. പള്ളിയുടെ ചുമരിലും ആഞ്ഞടിച്ച് കൂറ്റൻ തിരമാലകൾ എത്തിക്കഴിഞ്ഞു. ശാസ്ത്രീയമായി കടലാക്രമണത്തെ ചെറുക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കുന്നതും നാശനഷ്ടങ്ങൾ വർദ്ധിക്കാനും കാരണം. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ് പണം ചെലവാക്കൽ പദ്ധതികളായി മാത്രം നടപ്പിലാക്കുന്നത്. ഇതൊന്നും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം സംരക്ഷിക്കാനുള്ളവയല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണങ്ങൾ. സമീപത്തെ മഞ്ചേശ്വരം ഹാർബർ നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച അശാസ്ത്രീയമായ പുലിമുട്ടും ഈ പ്രദേശത്ത് കടലേറ്റം രൂക്ഷമാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ ഏജൻസികളുടെ സഹായത്തോടെ വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും വർഷകാലത്ത് കടൽക്ഷോഭം രൂക്ഷമായ മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള കടലോര മേഖലകളെ സുരക്ഷിതമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. 80 കിലോമീറ്റർ തീരദേശമുള്ള സംസ്ഥാനത്തെ ഒരു ജില്ല കൂടിയാണ് കാസർഗോഡ്. വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷറീസ് വകുപ്പ് നാമമാത്രമായ തുക വീട് നിർമ്മിക്കാൻ നൽകുന്നതും കുടുംബങ്ങൾ അപകട മേഖലയിൽ നിന്ന് ഒഴിയാൻ വിസമ്മതിക്കുന്നതിനും കാരണമാണ്. ന്യൂസ് ബ്യൂറോ, ഉപ്പള. മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ്. കറുത്ത ഷൂസ് ധരിച്ചെത്തിയതിനാണ് മലയാളി വിദ്യാർത്ഥികൾ ക്രൂരമർദ്ദനത്തിനിരയായത്. സംഭവത്തിൽ 6 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. കറുത്ത ഷൂസ് ധരിച്ചതിന് മംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. മംഗളൂരുവിലെ ശ്രീനിവാസ കോളേജിലാണ് റാഗിങ്ങിന്റെ പേരിൽ മർദ്ദനമുണ്ടായത്. 2 ഒന്നാം വർഷ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. കറുത്ത ഷൂ ധരിച്ചതിന്റെ പേരിലായിരുന്നു മർദ്ദനം. ആദർശ്, ജസിൻ ഖാദർ എന്നീ വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത്. ഇരുവരും മലയാളികളാണ്. വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് ഇരുവരുടെയും മൊഴിയെടുത്തു. ജൂനിയർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചവരും മലയാളി വിദ്യാർത്ഥികളാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. പരാതിയിൽ പാണ്ഡേശ്വർ പോലീസ് കേസെടുത്തു. ലോജിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 6 രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെയാണ് കേസെടുത്തത്. ഗുജാരക്കേരയിലെ ചായക്കടയ്ക്ക് സമീപത്ത് വച്ചായിരുന്നു മർദ്ദനം. Yesterday, when we were going to eat snacks and drink tea, some of the seniors come nearby us and called us. We didn't go first, and one of the senior bitten me like wooden stick. There's so many ragging, like in BC campus also, in our campus also. He told me, I have told you right, don't wear Chelsea boots. Why did you wear 2 days after that thing? I said, shoe is compulsory, right? Miss told me that, like that. After that, I called emergency, but I think they were busy. They attend the call and by mistake, I think they cut the call. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാസർഗോഡ് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണമൊരുക്കി വിളമ്പി നൽകുന്ന തൊഴിലാളികൾക്ക് മാസവേതനം നിലച്ചിരിക്കുകയാണെന്നും
ഈ സാഹചര്യത്തിൽ മാസവേതനം കൃത്യമായി നൽകുക, ജോലിഭാരം കുറയ്ക്കുക, 300 കുട്ടികൾക്ക് ഒരു പാചകത്തൊഴിലാളി എന്ന് ക്രമപ്പെടുത്തുക, ശമ്പള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് DD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. മണിമോഹനൻ സമരം ഉദ്ഘാടനം ചെയ്തു. പറയാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കുള്ള മാന്യമായിട്ടുള്ള വേതനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിനകത്ത് പരിശോധിച്ച് നോക്കിയാൽ കേവലം ഒരു മാസം അധ്വാനിച്ചാൽ 1000 രൂപക്ക് താഴെ മാത്രമാണ് കൂലി ലഭിക്കുന്നത് എന്നുള്ള സാഹചര്യമാണ് രാജ്യത്തിനകത്ത് നിലനിൽക്കുന്നത്. വിവിധ BJP ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഈ പാചക തൊഴിലാളികളെ തിരിഞ്ഞു നോക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല. ഇഷ്ടമുള്ള ആളുകളെ ഇഷ്ടമുള്ള സമയത്ത് അവരെ ജോലിക്ക് വെക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒരേയാളെ തന്നെ സ്ഥിരമായി ജോലിക്ക് വെക്കുന്നതിന് വേണ്ടി തയ്യാറാകാത്ത സാഹചര്യം. കാരണം ആനുകൂല്യം നൽകേണ്ടതില്ല എന്നതിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഭൂരിഭാഗം സ്കൂളിനകത്തും സ്ഥിരമായി ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ മേഖലക്കകത്തുള്ളത്. LDF ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിനകത്തെ CITU-വിന്റെയും നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് PTA ഭരണം പുതുതായി വരുന്ന സാഹചര്യത്തിൽ ഉൾപ്പെടെ പാചക തൊഴിലാളികളെ മാറ്റുന്ന സന്ദർഭം ഇതിനു മുമ്പുണ്ടായിരുന്നു. എന്നാൽ അത്തരം സന്ദർഭങ്ങളിലെല്ലാം CITU-വിന്റെ നേതൃത്വത്തിലുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഒരു സുസ്ഥിരത യാത്ര ജോലിയിലേക്ക് പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. എന്നാൽ ചില കേന്ദ്രങ്ങളിലെങ്കിലും ഈ പഴയ കാലത്ത് സ്ഥിതി തുടരുന്ന സാഹചര്യമുണ്ട്. അതിന് അറുതി വരുന്നതിന് വേണ്ടി തയ്യാറാവണം. യൂണിയൻ സെക്രട്ടറി P. കമലാക്ഷൻ സ്വാഗതം പറഞ്ഞു. P. സവിത അധ്യക്ഷത വഹിച്ചു. K. രവീന്ദ്രൻ, B. ശോഭ, കണ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സഹകരണ മേഖല നാടിന്റെ നട്ടെല്ലാണെന്നും അതിന്റെ വിശ്വാസ്യത നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യകതയാണെന്നും K. നീലകണ്ഠൻ MLA പറഞ്ഞു. കള്ളാർ ഫാർമേഴ്സ് വെൽഫെയർ സംഘത്തിന്റെ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖല നാടിന്റെ നട്ടെല്ലാണെന്നും അതിന്റെ വിശ്വാസ്യത നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യകതയാണെന്നും കള്ളാർ ഫാർമേഴ്സ് വെൽഫെയർ സഹകരണ സംഘം SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ വെച്ച് K. നീലകണ്ഠൻ MLA പറഞ്ഞു. 1193 കുട്ടികൾ മാത്രം 99.47% റിസൾട്ട് വന്നപ്പോൾ A+ കിട്ടിയ കുട്ടികൾ ആകെ 6%, 1193 കുട്ടികൾ. അതേസമയം 7 സ്കൂളുകളിൽ 100% വിജയിച്ച 123 സ്കൂളുകളുണ്ട്. നമ്മളെ രണ്ടും നമ്മൾ താരതമ്യം ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയെ കുറിച്ച് നമുക്കറിയാം. വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ജില്ല. എല്ലാ മേഖലയിലും നമുക്കറിയാം, ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റു മേഖലകളിലും നമുക്ക് ജീവനക്കാരില്ലാതെ ജീവിച്ചു. നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ച് മിടുക്കരായി നമ്മുടെ ജില്ലയിൽ സേവനം അനുഷ്ഠിക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മുടെ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കും. കാസർഗോഡ് ജില്ലയ്ക്കകത്ത് ആരോഗ്യ രംഗത്ത് ഡോക്ടർമാരില്ലാത്ത ഒരു പ്രയാസം ജില്ലാ മെഡിക്കൽ ഓഫീസർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ചടങ്ങിൽ MBBS നേടിയ ഡോക്ടർ ടിനു ടോമി ചെട്ടിക്കത്തോട്ടത്തിൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc കമ്പ്യൂട്ടേഷണൽ ബയോളജിയിൽ 2ാം റാങ്ക് നേടിയ അക്ഷയ B, ചാർട്ടേഡ് അക്കൗണ്ടന്റ് അശ്വിൻ രാജ് C എന്നിവരെ അനുമോദിച്ചു. സംഘം പ്രസിഡന്റ് MK മാധവൻ നായർ K. നീലകണ്ഠൻ MLA ആദരിച്ചു. സംഘം പ്രസിഡന്റ് MK മാധവൻ നായരുടെ അധ്യക്ഷതയിൽ K. നീലകണ്ഠൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് രജിത K, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കള്ളാർ യൂണിറ്റ് പ്രസിഡന്റ് മത്തായി V. ജോർജ്, B. അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് സുരേഷ് ഫിലിപ്പ് സ്വാഗതവും സംഘം സെക്രട്ടറി മിഥുൻ K നന്ദിയും പറഞ്ഞു. ഭരണസമിതി അംഗം ബാലകൃഷ്ണൻ VK വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി. സംഘം ഭരണസമിതി അംഗങ്ങളായ ഗിരീഷ് കുമാർ K, രാമചന്ദ്രൻ K, സൈമൺ, അനിൽകുമാർ, ശശിധരൻ M, ലക്ഷ്മി KP, ഉഷ, അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവ് ഓഗസ്റ്റ് 12 ബുധനാഴ്ച നടക്കും. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2026 ആഗസ്റ്റ് 12, കർക്കിടകം 27, ബുധൻ അമാവാസി പിതൃതർപ്പണം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവ്
ബലിതർപ്പണത്തിന് വിപുലമായ ഒരുക്കങ്ങൾ ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12/8/26 ബുധനാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം 5:30 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നതായിരിക്കും. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ നവീൻ ചന്ദ്ര കായർത്തായയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം പുരോഹിതൻ ശ്രീ രാജേന്ദ്ര അരളിത്തായയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയത്ത് 20ഓളം കർമ്മികളുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളുടെ തിരക്ക് ലഘൂകരിക്കുന്നതിൻ്റെ ഭാഗമായി ബലിതർപ്പണത്തിനുള്ള രശീതികൾ മുൻകൂറായി നൽകുന്നതിന് പുറമെ ക്ഷേത്രം വെബ്സൈറ്റ് വഴിയും രശീതികൾ ഓൺലൈനായി ചെയ്യുവാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അന്നേ ദിവസം രാവിലെ 5 മണി മുതൽ 8 വഴിപാട് കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നതാണ്. ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബലിതർപ്പണത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് പരമാവധി സഹായം ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി പോലീസ്, കോസ്റ്റ് ഗാർഡ്, ഹെൽത്ത് എന്നീ വിഭാഗങ്ങളുടെ സേവനവും സദാസമയം ഉണ്ടായിരിക്കുന്നതാണ്. യാത്രാക്ലേശം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി കാസർഗോഡ് കാഞ്ഞങ്ങാട് റൂട്ടിൽ ചന്ദ്രഗിരി പാലം വഴി നിലവിലുള്ള സർവീസിന് പുറമെ കൂടുതൽ ബസ് സർവീസ് നടത്തുന്നതിന് KSRTC അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്ര ആഘോഷ കമ്മിറ്റി, മാതൃസമിതി, ഭജനസമിതി എന്നിവരുടെ സേവനവും സദാസമയവും ഭക്തജനങ്ങൾക്ക് ലഭ്യമായിരിക്കും. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ TC കൃഷ്ണവർമ്മ രാജ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വള്ളിയോടൻ ബാലകൃഷ്ണൻ നായർ, പരമ്പരാഗത ട്രസ്റ്റി അംഗങ്ങളായ മേലത്ത് സത്യനാഥൻ നമ്പ്യാർ, ഇടയില്യം ശ്രീവത്സൻ നമ്പ്യാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം കോൺവെന്റ് ജംഗ്ഷനിൽ വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് ഈ മഴക്കാലത്ത് യാത്ര ദുസ്സഹമായപ്പോൾ കുഴികളടയ്ക്കാൻ ഒറ്റയ്ക്ക് മുന്നിട്ടിറങ്ങി ശ്രദ്ധേയനായ ബാലകൃഷ്ണൻ മാസ്റ്ററിനെ ആദരിച്ചു. പേരൂൽ GLP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സൗഹൃദം ഗ്രൂപ്പാണ് ആദരിച്ചത്. നീലേശ്വരം കോൺവെന്റ് ജംഗ്ഷനിൽ വർഷങ്ങളായി തകർന്നു കിടന്ന റോഡ് ഈ മഴക്കാലത്ത് യാത്ര ദുസ്സഹമായപ്പോൾ കുഴികളടക്കാൻ ഒറ്റയ്ക്ക് മുന്നിട്ടിറങ്ങി ശ്രദ്ധേയനായ ബാലകൃഷ്ണൻ മാഷിനെ പേരാൽ GLP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സൗഹൃദം ഗ്രൂപ്പ് ആദരിച്ചു. പൊതുസേവനത്തിന് സംഘടനയോ സംവിധാനമോ ഇല്ലാതെയും പ്രവർത്തിക്കാമെന്നും നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയ വഴികൾ സംരക്ഷിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണെന്നും അവരവർക്ക് കഴിയുന്ന കാര്യങ്ങൾ ഓരോ ആളും ചെയ്താൽ തന്നെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നും പുതിയ തലമുറകൾ ഇതുപോലെയുള്ള സാമൂഹ്യ സേവന രംഗത്ത് സജീവമായ ഇടപെടലുകൾ ഉണ്ടാക്കണമെന്നും ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. സാംസ്കാരികമായി മറ്റ് ശാസ്ത്രീയമായില്ല പോലെ അതിൽ നിന്ന് വഴിതിരിഞ്ഞ് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. പഴയ നൂറ്റാണ്ടിൽ പൂർണ്ണമായും പഴയ നൂറ്റാണ്ടിൽ വ്യക്തിയാണ് ഞങ്ങൾ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടത് എന്നെ പഠിപ്പിച്ചത് നാട്ടിൽ ധാരാളം കന്നാലികളുള്ള സമയം 70-കൾ. സ്കൂൾ കുട്ടിയെ കന്നാലി നോക്കാൻ പോകണം, ചാണകം വാരണം, പുല്ലരിയണം, എല്ലാം ചെയ്യണം. ചടങ്ങിൽ പ്രസിഡന്റ് TV ശശി അധ്യക്ഷത വഹിച്ചു. പ്രഭാകരൻ M, പ്രകാശൻ M, സതീശൻ K, അജിത് കുമാർ K, ചന്ദ്രൻ NK, പത്മനാഭൻ M, അശോകൻ മൈലിട്ട, സനൽകുമാർ, രവീന്ദ്രൻ, രാജീവൻ PP എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഗിരീഷ് കുന്നത്ത് സ്വാഗതവും ട്രഷറർ സുരേഷൻ എറുവാട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 5 പതിറ്റാണ്ടിലേറെ വലിയപറമ്പിന്റെ സമസ്ത മേഖലകളിലും മഹിത പാരമ്പര്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന KGM സ്പോർട്സ് ക്ലബിന്റെ പുതുതായി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 6 നടക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ക്ലബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 100 പേർക്കിരിക്കാൻ സൗകര്യമുള്ള ഹാൾ, ഓഫീസ്, റീഡിംഗ് റൂം തുടങ്ങിയ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലുണ്ട്. കെട്ടിടോദ്ഘാടനത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ബീച്ച് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്, ഫൈവ്സ് ഫുട്ബോൾ, കൈകൊട്ടിക്കളി, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, വലിയപറമ്പിന്റെ ചരിത്രരചന, കുടുംബസംഗമം, വനിതാവേദിയുടെ നൃത്തനൃത്യങ്ങളും വിവിധ കലാപരിപാടികളും അരങ്ങേറും. ഉദ്ഘാടന ദിനത്തിൽ പയ്യന്നൂർ SS ഓർക്കസ്ട്രയുടെ DJ നൈറ്റ് ഗാനമേളയും നടക്കും. KGM ക്ലബിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജീവകാരുണ്യ സേവന സേനയിൽ 80 വോളണ്ടിയർമാർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്വന്തമായിട്ടൊരു കെട്ടിടം നിർമ്മിച്ചത്
1999 ക്ലബിന്റെ രജത ജൂബിലി വർഷത്തിലാണ്. വാർത്താസമ്മേളനത്തിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി കുമാരൻ, കൺവീനർ പി അശോകൻ, ക്ലബ്ബ് പ്രസിഡന്റ് ഇ ഷാജി, സെക്രട്ടറി കുളങ്ങര മധു, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കുളങ്ങര രാമൻ, ട്രഷറർ പി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുല്ലൂർ മധുരമ്പാടി യാദവ സഭ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗം നടത്തി. വാർഡ് മെമ്പർ എ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർ യാദവ സഭ മധുരമ്പാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു. SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയാണ് യാദവ സഭ മധുരമ്പാടി യൂണിറ്റ് അനുമോദിച്ചത്. വാർഡ് മെമ്പർ എ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കെന്നറിയാവുന്ന എല്ലാ ആൾക്കാർക്കും ഇന്ന് ഏത് ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്ന് വളർന്നു വരുന്ന വിദ്യാസമ്പന്നരായ എല്ലാ ആൾക്കാരും അവരുടെ ജാതിയുമായി മുന്നോട്ട് പോവുകയാണ്. ആ അവസരത്തിലാണ് നമ്മുടെ വളരെ പഴക്കമുള്ള ഒരു സമുദായ കൂട്ടായ്മയാണ് നമ്മുടെ മധുരമ്പാടി യാദവ സഭയ്ക്കുള്ളത്. എനിക്ക് നേരിട്ടറിയാവും, അച്ഛനുള്ള കാലം മുതൽ നമുക്ക് ഈ യാദവ സഭയുമായി സഹകരിച്ചു പോകുന്ന ആളാണ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഈ കുടുംബാംഗങ്ങൾ, നമ്മുടെ സമുദായ അംഗങ്ങൾ ചേർന്ന് നൽകുന്ന ഈ സ്നേഹം അത് അനുഭവിക്കാൻ പറ്റിയ നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഈ അനുഭവം അത് നമ്മുടെ ജീവിതത്തിലുടനീളം പകർത്തിക്കൊണ്ട് നമുക്ക് നല്ല നിലയിലെത്താനുള്ള ഒരു സൗഭാഗ്യം ഭഗവാൻ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ സാമുദായികപരമായുള്ള പല കാര്യങ്ങളിലും നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടി കിട്ടുന്ന അവസരത്തിൽ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന അവസരത്തിൽ ഇത്തരം സംരംഭങ്ങളിൽ എത്തിച്ചേരുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് അതുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. യൂണിറ്റ് പ്രസിഡന്റ് എം ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. എ രാഘവൻ മാസ്റ്റർ, കെ നാരായണി, എം ഷീബ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി എ രഘുനാഥ് സ്വാഗതവും പി അശോകൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPM ആലന്തട്ട സെൻട്രൽ ബ്രാഞ്ച് ഓഫീസും ജനശക്തി സാംസ്കാരിക വേദി ഓഫീസും ഓഗസ്റ്റ് 6 തുറക്കും. ചീമേനി ആലന്തട്ടയിൽ നിർമ്മിച്ച രക്തസാക്ഷി മന്ദിരത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ്, ജനശക്തി സാംസ്കാരിക വേദി ഓഫീസ്, 750 പേർക്ക് ഇരിക്കാനുള്ള ഓപ്പൺ ഓഡിറ്റോറിയം തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് കെട്ടിടം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഓഗസ്റ്റ് 6 വൈകുന്നേരം 4 മണിക്ക് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചീമേനി രക്തസാക്ഷി സ്മാരക മന്ദിരം ആലന്തട്ടയിൽ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ അധ്യക്ഷത വഹിക്കും. രക്തസാക്ഷി കുടുംബാംഗങ്ങളെ മുൻ MP പി കരുണാകരൻ ആദരിക്കും. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യും. ഫണ്ടുണ്ടാക്കി ഓഫീസിന്റെ ഏറ്റവും നല്ലൊരു ബിൽഡിങ്ങും അതിന് ഓഡിറ്റോറിയവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഈ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി ഞങ്ങൾ അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ട്. ബിൽഡിംഗ് കിട്ടുന്നതിന് വേണ്ടി ₹1 നാട്ടിൽ നമ്മൾ പിടിക്കാനാണ് നമ്മൾ ഒരു മാതൃകാപരമായ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. അടുത്ത നാട്ടിലെ കൂട്ടായ്മ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുപ്പക്കാരായാലും ക്ലബ്ബ് പ്രവർത്തകരായാലും മറ്റു ഏറ്റവും നല്ല രീതിയിൽ വനിതാ സാധനങ്ങളടക്കം നന്നായി ശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. CPM ആലന്തട്ട സെൻട്രൽ ബ്രാഞ്ച് ഓഫീസ് MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജനശക്തി സാംസ്കാരിക വേദി ഓഫീസ് VPP മുസ്തഫയും ചീമേനി രക്തസാക്ഷികളുടെ ഫോട്ടോ അനാച്ഛാദനം സാബു എബ്രഹാമും നിർവഹിക്കും. വെയിറ്റിംഗ് ഷെഡ് പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സുനിൽ കണ്ണൻ നയിക്കുന്ന നാടൻ കലാമേള അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ AM ബാലകൃഷ്ണൻ, K ഗംഗാധരൻ, KV ലക്ഷ്മണൻ, M സന്തോഷ്, K കമലാക്ഷൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് 16-കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി സ്നേഹ മെർലിൻ അറസ്റ്റിൽ. പയ്യന്നൂർ മാത്തിലെ ഒളിവ് കേന്ദ്രത്തിൽ നിന്നാണ് മേൽപ്പറമ്പ് പോലീസ് സ്നേഹയെ പിടികൂടിയത്. ബളാംതോട് വണ്ണാർക്കയത്ത് അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം മൗക്കോട് സ്വദേശിയുടേതാണെന്ന സൂചന. NSS എസ്റ്റേറ്റിനോട് ചേർന്നുള്ള വനമേഖലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാസർഗോഡ് ഉപ്പള മുസോഡിയിൽ കടലാക്രമണം രൂക്ഷം. 2018 മുതൽ 20-ലധികം വീടുകളാണ് പ്രദേശത്ത് ഇതിനകം കടലെടുത്തത്. മംഗളൂരു ശ്രീനിവാസ കോളേജിൽ മലയാളി വിദ്യാർത്ഥികൾക്കെതിരെ റാഗിംഗ്. കറുത്ത ഷൂസ് ധരിച്ചെത്തിയതിനാണ് മലയാളി വിദ്യാർത്ഥികൾ ക്രൂരമർദ്ദനത്തിനിരയായത്. സ്കൂൾ
ഇപ്പോൾ പാചകത്തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാസർഗോഡ് DDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സഹകരണ മേഖല നാടിന്റെ നട്ടെല്ലാണെന്നും അതിന്റെ വിശ്വാസ്യത നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യകതയാണെന്നും K. നീലകണ്ഠൻ MLA കള്ളാർ ഫാർമേഴ്സ് വെൽഫെയർ സംഘത്തിന്റെ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടകവാവ് ഓഗസ്റ്റ് 12 ബുധനാഴ്ച നടക്കും. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.